ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നമുക്ക് ടിക് ടാക്ക് എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം. അതിനായിട്ട് ഹാഫ് ബീഡും കുന്തൻ സ്റ്റോണും ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ ചെയ്യാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം ഹെയർ ആക്സസറീസ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ഇതുപോലത്തെ ടിക്കും അതുപോലെ കുന്തൻ സ്റ്റോണും ഹാഫ് ബീഡും ഒക്കെ സ്റ്റോക്ക് ഉണ്ടാവും. ഇനി അങ്ങനെ ചെയ്യാത്തവരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 10 രൂപയുടെ പാക്കറ്റായിട്ട് നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണം ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് വൈറ്റ് ബീഡും ഗ്രീൻ കളറും ഹാഫ് ബീഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 3 കളറും 3 ഷേപ്പിൽ കുന്തൻ സ്റ്റോണും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഹാഫ് ബീഡ് വെച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ B6000 ഗ്ലൂ ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെൻറ്ററിലായിട്ട് നമുക്കതിൻ്റെ വൈറ്റ് ബീഡാണ് കൊടുക്കുന്നത്. അതിന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ടിക് ടാക്കിൻ്റെ സെൻറ്ററിൽ വൈറ്റ് ബീഡ് കൊടുക്കാം. അതിന് ചുറ്റും ഗ്രീൻ ഹാഫ് ബീഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടിക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒരു ഫ്ലവർ മോഡലാണ് അത് കിട്ടുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. പിന്നെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതിനു മുമ്പും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓണം സീരീസ് ആയിട്ടും അല്ലാതെയും വീഡിയോസ് ഹെയർ ആക്സസറീസിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോസൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. സ്കിപ്പ് അടിക്കാതെ തന്നെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഓണം സെയിലിൻ്റെ ഒപ്പം തന്നെ നമുക്കിതും സെയിലാവും. കാരണം നമ്മളിതൊക്കെ സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ അവർ നമ്മുടെ അതിന് ഐറ്റംസ് വാങ്ങിക്കുന്നവർ അതിൻ്റെ ഒപ്പം തന്നെ ഇതൊക്കെ വാങ്ങിക്കും. കാരണം റേറ്റ് കുറവാണല്ലോ. അഥവാ ഇനി അങ്ങനെ പോയില്ലെങ്കിലും നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. നമ്മുടെ ഇന്ന് ഐറ്റംസ് വാങ്ങിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ അവർക്കും അതൊരു സന്തോഷമായി നമുക്ക് പിന്നെയും ഓർഡറുകൾ കിട്ടും. അപ്പോൾ ഇനി അടുത്ത മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വി ഭാഗം പോലെ ഇരിക്കുന്ന ഭാഗം സെൻറ്ററിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ അതിന് ചുറ്റും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ചുറ്റും ഒട്ടിച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് കളറ് കുന്തൻ സ്റ്റോണും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അതുമേ പശ ഉണ്ടായിരുന്നു, അത് വിട്ടുപോരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഗ്ലൂ നമുക്ക് B6000 B7000 8000 എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. എല്ലാം നല്ല പശയുള്ളതാണ്. അത് പെട്ടെന്ന് വിട്ടു പോരില്ല. നമ്മൾ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ സ്റ്റിക്കായി ഇരുന്നോളും. അപ്പോൾ ഏത് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് സെൻറ്ററിൽ വൈറ്റും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ പെയറിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് 2 പെയറും ചെയ്തെടുക്കാവുന്നതാണ്. ഹെയർ ആക്സസറീസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയാം. അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിലെ വീഡിയോസിലൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എന്തായാലും ഓണം കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെൻറ്ററിൽ ആ സ്റ്റോണും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോഡലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് പല ഷേപ്പിൽ കിട്ടും കേട്ടോ. നമുക്ക് ഈ ഒരു ഷേപ്പ് മാത്രമല്ല പല ഷേപ്പിലും കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് പുതിയ മോഡലുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൻറ്റർ ക്ലിപ്പും ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണുക. അടുത്ത മോഡൽ നമ്മുടെ ഒരു ഓവൽ ഷേപ്പ് പോലത്തെ ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു ഫ്ലവർ പോലെ വരും. അതിന് ഞാനൊരു ഡബിൾ ലെയർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലെയർ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലെയറും കൂടി ചെയ്യുന്നുണ്ട്. വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ ചോദിക്കണം കേട്ടോ. ഞാൻ എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. പരമാവധി ഞാൻ എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ കൊടുത്തിട്ട് നമ്മൾ ആദ്യം 6 സ്റ്റോണാണ് ഒട്ടിച്ച് കൊടുത്തത്. ഇനിയത്തെ ഇതിൽ വരുമ്പോൾ നമ്മൾ 4 സ്റ്റോണാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഒട്ടിക്കുക. കാരണം നമ്മൾ ആ സെൻറ്ററിലാവുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടണം. അപ്പോൾ അത് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ അടിയിലെ 2 എണ്ണത്തിൻ്റെ ഇടയിലായിട്ട് 1 ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ 4 എണ്ണം ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലും ഞാൻ ആ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ. നമുക്കൊരു ഭംഗിക്ക് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അടുത്ത പെയറും നമുക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതൊക്കെ പെയറായിട്ട് നമുക്ക് ഒരു 15 രൂപയ്ക്കോ 10 രൂപയ്ക്കോ ഒക്കെ സെയിൽ ചെയ്യാം. അതൊക്കെ നമ്മൾ എത്ര രൂപയ്ക്കാണോ ഐറ്റംസ് വാങ്ങിച്ചേക്കണേ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. നമ്മുടെ ടിക്ടാക്കിനൊക്കെ എങ്ങനെയാണ് ഹോൾസെയിലായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവായിരിക്കും. അല്ല നമുക്ക് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ അതും ഈ ബീഡ്സിനൊക്കെ കണക്കാക്കിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഇടുമ്പോൾ നമ്മുടെ വർക്കിൻ്റെ പൈസ ഒരുപാട് കയറ്റിയിടാതെ നമുക്ക് അവർക്ക് പരമാവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു കൊടുക്കാൻ നോക്കുക. കാരണം ഇതിലൊക്കെയാണ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വേറെ ഐറ്റംസൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് കൂടുതൽ വരുന്ന ഐറ്റംസിൽ നമ്മുടെ വർക്കിൻ്റെ പൈസ കുറയ്ക്കാൻ പറ്റില്ല. ഇതൊക്കെ ആകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പൈസ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ കിട്ടും. സ്റ്റാറ്റസൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർഡറുകൾ കിട്ടും. അപ്പോൾ നമ്മുടെ ടിക്ടാക്കിൻ്റെ 3 ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ നമ്മൾ ഗ്ലൂ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ആ ഒരു അറ്റഭാഗത്ത് ഗ്ലൂ കൊടുക്കരുത് കേട്ടോ. കാരണം നമ്മളത് പിടിച്ചിങ്ങനെ പ്രസ് ചെയ്യേണ്ട ഭാഗമാണ്. ആ പ്രസ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് വിട്ടുപോകും. അതിപ്പോൾ പരമാവധി അവിടെ സ്റ്റോൺ കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഗ്ലൂ തേച്ച് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ക്വയറാണ് ഷേപ്പ് എടുത്തിരിക്കുന്നതെങ്കിലും അത് ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് ഒരെണ്ണം വയ്ക്കുക. വീണ്ടും സെൻറ്ററിൽ അതേ രീതിയിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഷേപ്പ് കിട്ടും. ഈ ഷേപ്പിന് എന്ത് പറയുന്നു എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അറിയുന്നവർ. അത് ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സെൻറ്ററിൽ ഒരെണ്ണം, അതിൻ്റെ സൈഡിൽ ഒരെണ്ണം, അങ്ങനെ രീതിയിൽ സ്ക്വയർ രീതിയിലല്ല വെക്കുന്നത്. സ്ക്വയർ രീതിയിലും നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും. അതിലും ഭംഗിയിട്ട് ഇതിനാണ് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ നമുക്കത് അറ്റം വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പും നമ്മുടെ 2 മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയി കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ 3 ടിക്കും ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. അതായത് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈ കൊണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നും കൂടി സ്റ്റിക്കായിട്ട് ഇരുന്നോളൂ. അവിടെ നമ്മൾ കൈ കൊണ്ടൊന്ന് ഒട്ടിച്ച് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ഗ്ലൂ ആവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതവിടെ റെഡി ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ചെയ്ത എല്ലാത്തിൻ്റെയും കൂടി ഒരു ഫൈനൽ ലുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എല്ലാം കൂടി കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.